പുറത്ത് കോരിച്ചൊരിയുന്ന മഴ പെയ്യുകയാണ്. കൂടെ നല്ല തണുത്ത കാറ്റും. ആ കാറ്റിൽ ജനൽ ചില്ലിൽ വന്നു പതിക്കുന്ന മഴത്തുള്ളികൾ ഒരു പ്രത്യേക നാദത്തിൽ താഴേക്കൊഴുകുന്നുണ്ട്. ജനാലയ്ക്കപ്പുറം ലോകം ഒരു മങ്ങിയ കാഴ്ചയായി മാറിയിരിക്കുന്നു. മീനാക്ഷി ജനലൈകളിൽ കൈചേർത്ത് വെച്ച് അത് കണ്ണിറയെ കണ്ട് ആസ്വദിക്കുകയാണ്. അതിനിടയ്ക്ക് ജനലൈകൾക്കിടയിലൂടെ വന്ന ഒരു തണുത്ത കാറ്റ് അവളുടെ മുഖം തലോടിക്കൊണ്ട് കടന്നു പോയപ്പോൾ അറിയാതെ അവൾ കണ്ണുകൾ അടച്ചു. ആ മഴ അവൾക്ക് എന്തിൽ നിന്നെല്ലാമോ ആശ്വാസം നൽകുന്നത് പോലെ അവൾക്ക് തോന്നി. അതിനിടയ്ക്കാണ് പിന്നിൽ നിന്നും ഒരു കൈ മൃദുവായി അവളുടെ തോളിൽ അമർന്നത്. അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി. ആ കൈ മറ്റാരുടേതുമായിരുന്നില്ല, അവളുടെ അമ്മയുടേത് തന്നെയായിരുന്നു. സ്വന്തം ചോരയിൽ പിറന്നതുകൊണ്ടല്ല, ആരോരുമില്ലാതെ റോഡരികിലെ കാട്ടിനുള്ളിൽ ആരോ ഉപേക്ഷിച്ചൊരു ചോരക്കുഞ്ഞിനെ എടുത്ത് നെഞ്ചോട് ചേർത്ത് വളർത്തി തന്റെ സ്നേഹവും വാത്സല്യവും കൊടുത്ത് ഇതുവരെ എത്തിച്ച ഓർഫണേജിലെ വാർഡൻ മേരിയമ്മ. മേരിയമ്മയുടെ ആ സ്നേഹത്തിനും വാത്സല്യത്തിനും നാളിതുവരെയായിട്ടും ഒരു കടുകുമണിയോളം പോലും കുറവുണ്ടായിട്ടില്ല. മേരിയമ്മയാണ് ഇന്ന് അവൾക്കെല്ലാം. എന്താ മോളെ ഇവിടെ വന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ഞാൻ എവിടെയൊക്കെ തിരക്കി. ഇവിടെ നിന്നിങ്ങനെ തണുപ്പടിച്ചാൽ എന്തെങ്കിലും അസുഖം വരില്ലേ? മേരിയമ്മയുടെ വാക്കുകൾ കേട്ട് അവൾ വെറുതെ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവളുടെ മുഖത്ത് നോക്കിയ മേരിയമ്മയ്ക്ക് അവളുടെ ഉള്ളിൽ എന്തോ ഒരു വിഷമമുണ്ടെന്ന് മനസ്സിലാക്കാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. എന്താ മോളെ നിന്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മേരിയമ്മ അവരുടെ കൈവെള്ള മീനാക്ഷിയുടെ നെറ്റിയിൽ അമർത്തി. ഏയ്, ചൂടൊന്നുമില്ലല്ലോ, പിന്നെ എന്താ നിന്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത്? മീനാക്ഷിയുടെ കവിളിൽ തലോടിക്കൊണ്ട് മേരിയമ്മ വീണ്ടും ചോദിച്ചു. എനിക്കൊന്നുമില്ലമ്മേ, അതൊക്കെ അമ്മയുടെ തോന്നലാണ് എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി മേരിയമ്മയുടെ കൈ അവളുടെ 2 കൈ കൊണ്ടും കൂട്ടിപ്പിടിച്ചു. അല്ല, നിന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്ന എന്തോ ഒരു പ്രശ്നമുണ്ട്. നിന്റെ പെറ്റമ്മയല്ലെങ്കിലും നിന്റെ മനസ്സ് ചെറുതായി ഒന്നിടറിയാൽ അതെനിക്ക് മനസ്സിലാവും. പറയ്, എന്താ മോളുടെ പ്രശ്നം? ഈ അമ്മയോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം എന്റെ മോൾക്കുണ്ടോ? മേരിയമ്മ ചോദിച്ചപ്പോൾ അവളുടെ മുഖത്ത് വീണ്ടും നിരാശ നിഴലിച്ചു. മേരിയമ്മയുടെ അടുത്തു നിന്നും അവൾ മുഖം തിരിച്ച് വീണ്ടും ജനാലയിൽ കൂടി പുറത്തു പെയ്യുന്ന മഴയെ നോക്കി. എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ, അറിയാതെ അവൾ പറഞ്ഞുപോയി. ആ വാക്കുകളിൽ നിന്ന് തന്നെ മേരിയമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിരുന്നു. ഏകദേശം 50ഓളം കുട്ടികൾക്ക് ഒരാശ്രയമായ ആ ഓർഫണേജ് വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പഴയതുപോലെയല്ല, സഹായിക്കാൻ സന്മനസ്സുള്ള ആളുകൾ ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. കുട്ടികൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പോലും മേരിയമ്മ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് മീനാക്ഷിക്ക് അറിയാമായിരുന്നു. മേരിയമ്മ അപ്പോൾ അവളുടെ അടുത്തേക്ക് വന്നു. നീ വിഷമിക്കേണ്ട മോളെ, എല്ലാം ശരിയാകും. ദൈവം ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. മേരിയമ്മ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. തന്നെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി അമ്മ കാര്യമായൊന്നും തുറന്നു പറയുന്നില്ലെങ്കിലും അമ്മയുടെ നിസ്സഹായാവസ്ഥ അവൾക്കറിയാമായിരുന്നു. ആ കുഞ്ഞുങ്ങളുടെ ഒരു നേരത്തെ വിശപ്പെങ്കിലും മാറ്റിക്കൊടുക്കേണ്ടത് എന്റെ കൂടി ഒരു ഉത്തരവാദിത്തമാണ്. അതിനെനിക്കൊരു വരുമാനം അത്യാവശ്യമാണ്. എങ്ങനെയെങ്കിലും ഒരു ജോലി നേടിയെടുക്കണം. അവൾ ഓർത്തു. അമ്മേ, ഞാനൊരു ജോലിക്ക് ശ്രമിക്കട്ടെ. എത്ര നാളെന്ന് വെച്ചാണ് ഞാൻ ഇങ്ങനെ? എനിക്കൊരു ജോലി കിട്ടിയാൽ അമ്മയ്ക്ക് അതൊരു സഹായമാകും. കൂട്ടുകാർ പറഞ്ഞു തന്ന കുറച്ച് നമ്പർ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ജോലിക്ക് ആളെ എടുക്കുന്നുണ്ട്. 5-6 സ്ഥലത്തേക്ക് ഞാൻ ബയോഡാറ്റ അയച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും കിട്ടിയിട്ട് അമ്മയോട് പറയാമെന്ന് കരുതി. അത് വേണ്ട മോളെ, ഇപ്പൊ നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. ഇവിടുത്തെ കാര്യമൊക്കെ ഈ അമ്മ നോക്കിക്കോളാം. എന്റെ മോൾ അതോർത്ത് ഒരിക്കലും വിഷമിക്കരുത്. അമ്മ പറയുന്നത് കേട്ട് അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. നിറഞ്ഞ കണ്ണുകളോടെ അവൾ അമ്മയോട് പറഞ്ഞു. ജനിപ്പിച്ചതാരാണെന്നോ പ്രസവിച്ചതാരാണെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ അച്ഛനും അമ്മയും ഇല്ലാത്ത വിഷമം അറിയിക്കാതെ അമ്മ എന്നെ ഇത്രയും വളർത്തി, എന്നെ പഠിപ്പിച്ചു. എനിക്കെല്ലാം ഈ അമ്മയാണ്. അമ്മയുടെ കയ്യിൽ എത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ജീവനോടുണ്ടാകുമായിരുന്നില്ല. അതിന്റെ സ്നേഹവും കടപ്പാടും എനിക്കെന്നും അമ്മയോടുണ്ട്. അതെങ്ങനെയെങ്കിലും തീർക്കണ്ടേ അമ്മേ? എന്റെ ജീവൻ തന്നെ നൽകിയാലും അമ്മ തന്ന ഈ സ്നേഹത്തിന് പകരം വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ അമ്മ ഞാൻ പറയുന്നതിന് ഒരിക്കലും എതിര് നിൽക്കരുത്. മേരിയമ്മയുടെ 2 കൈകളും പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. മോളുടെ ഇഷ്ടം അതാണെങ്കിൽ അമ്മ ഒരിക്കലും എതിര് പറയുന്നില്ല. എന്തായാലും എന്റെ മോള് നന്നായി വരട്ടെ. മീനാക്ഷിക്ക് അത് കേട്ടപ്പോൾ സന്തോഷമായി. മേരിയമ്മയുടെ ആ വാക്കുകൾ മതിയായിരുന്നു അവൾക്ക് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ഊർജം കിട്ടാൻ. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഉച്ചയ്ക്ക് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനിടയിലാണ് അവളുടെ മൊബൈൽ ഫോൺ റിങ് ചെയ്തത്. അവൾ ഫോൺ എടുത്ത് സംസാരിച്ചു. അത് കണ്ടുകൊണ്ട് മേരിയമ്മ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അല്പസമയം സംസാരിച്ച ശേഷം അവൾ ഫോൺ വെച്ചു. മേരിയമ്മ അപ്പോൾ അവളുടെ അടുത്തേക്ക് വന്ന് അവളോട് ചോദിച്ചു. ആരാ മോളെ വിളിച്ചത്? അതമ്മേ, ഞാൻ അന്ന് കുറച്ച് സ്ഥലത്ത് ബയോഡാറ്റ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിലൊരു സ്ഥലത്തു നിന്നും വിളിച്ചതാണ്. വരുന്ന 4-ാം തീയതിയാണ് ഇന്റർവ്യൂ. അതിന് വരാൻ വേണ്ടി പറഞ്ഞതാണ്. തരക്കേടില്ലാത്ത സാലറി ഉണ്ട്. ആ ജോലി എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നമ്മേ. അത് പറയുമ്പോൾ അവളുടെ മുഖത്തെ തിളക്കം മേരിയമ്മ കാണുന്നുണ്ടായിരുന്നു.
എന്റെ മോളുടെ വിളി ദൈവം കേൾക്കാതിരിക്കില്ല. ആ ജോലി കിട്ടാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, മേരിയമ്മ മീനാക്ഷിയോട് പറഞ്ഞു. അങ്ങനെ ആ ദിവസം വന്നെത്തി. നല്ല മഴയുള്ള ദിവസമായിരുന്നു അന്ന്. ഇന്റർവ്യൂ സമയത്തിന് അറ്റൻഡ് ചെയ്യണമെന്ന് കരുതി അവൾ ആ ശക്തമായ മഴയത്ത് കയ്യിൽ ഒരു ഫയൽ ഫോൾഡറുമായി ഓർഫനേജിൽ നിന്നും ഇറങ്ങി. ബസ് കിട്ടി ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തെത്തുമ്പോഴേക്കും അവൾ ആകെ നനഞ്ഞിരുന്നു. എങ്കിലും ഫയലിലെ വെള്ളം തുടച്ചുമാറ്റി അവൾ ആ ഓഫീസിനകത്തേക്ക് കയറി. അവൾ ഇന്റർവ്യൂ ഹാളിലെത്തി. ഗ്ലാസ് ഡോറിന് മുന്നിലെ ആ നീളൻ കസേരയിൽ ഇരിക്കുമ്പോൾ മീനാക്ഷിയുടെ കൈകൾ അറിയാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഓർഫണേജിലെ പഴയ തടി കൊണ്ടുള്ള അലമാരയുടെ കണ്ണാടിയിൽ നോക്കിയ ശീലമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ ആകാശം മുട്ടേ നിൽക്കുന്ന കെട്ടിടം, മനോഹരമായ മിനുക്കുപണികൾ, അത്രമേൽ തണുപ്പുള്ള എയർ കണ്ടീഷൻ, ആരെയും നോക്കാൻ പോലും സമയമില്ലാതെ തിരക്കോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റൈലിഷായ ആളുകൾ. ഇന്റർവ്യൂ ഹാളിന് മുന്നിലെ ആ നീണ്ട നിരയിലേക്ക് നോക്കിയപ്പോൾ അവളുടെ നെഞ്ചെടുപ്പ് ഒന്നുകൂടെ കൂടി. തന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന പെൺകുട്ടികളെയെല്ലാം അവൾ മാറി മാറി നോക്കി. ഏകദേശം തന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികളാണ് അടുത്തൊക്കെ ഇരിക്കുന്നത്. പക്ഷേ അവരുടെ മുഖത്തൊന്നും ഒരു ടെൻഷനും കാണുന്നില്ല. എന്തൊരാത്മവിശ്വാസത്തോടെയാണ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. പലരും ഇംഗ്ലീഷിൽ വളരെ വേഗത്തിലാണ് സംസാരിക്കുന്നത്. എല്ലാവരും വില കൂടിയ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. പുതിയ ബാഗുകളും ലാപ്ടോപ്പും ഒക്കെ ആയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അവർക്കിടയിൽ ഇരുന്നു കൊണ്ട് മീനാക്ഷി തന്റെ കയ്യിലുള്ള പഴയ ഫയലിലേക്ക് ഒന്നുകൂടി നോക്കി. ആ ഫയലിനുള്ളിൽ അവളുടെ സർട്ടിഫിക്കറ്റുകൾ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, ഒരു വലിയ സ്വപ്നം തന്നെ ഉണ്ടായിരുന്നു. ഓർഫണേജിലെ കൊച്ചുകുട്ടികൾക്ക് മിഠായി വാങ്ങിക്കൊടുക്കാനും തന്നെ വളർത്തി ഇതുവരെ എത്തിച്ച മേരിയമ്മയ്ക്ക് ഒരു കൈത്താങ്ങാകണമെന്നുമുള്ള ഒരു വലിയ സ്വപ്നം. അവരെയൊക്കെ കാണുമ്പോൾ തനിക്ക് ജോലി കിട്ടുമോ എന്ന് മീനാക്ഷി അവളോട് തന്നെ ചോദിച്ചു. ഇന്റർവ്യൂ കഴിഞ്ഞ് ഓരോ പെൺകുട്ടികളും പുറത്തിറങ്ങുമ്പോൾ അവൾ ഭയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. ചിലരുടെ മുഖത്തൊക്കെ സന്തോഷമുണ്ട്, ചിലർ വിഷമത്തോടെയാണ് ഇറങ്ങിപ്പോകുന്നത്. പെട്ടെന്നാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ മീനാക്ഷിയുടെ പേര് വിളിച്ചത്. മിസ് മീനാക്ഷി, അകത്തേക്ക് വരൂ. ഒരു നിമിഷം മീനാക്ഷി കണ്ണുകൾ അടച്ച് ആ ഓർഫണേജിനെയും തന്റെ എല്ലാമായ മേരിയമ്മയെയും മനസ്സിലോർത്തു. നീ നിന്റെ കഴിവിൽ ഉറച്ചു വിശ്വസിക്കുക എന്നെപ്പോഴും പറയാറുള്ള മേരിയമ്മയുടെ വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങി. ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ വിലയിലോ ഭംഗിയിലോ അല്ല, തന്റെ കോൺഫിഡൻസിലാണ് കാര്യമെന്ന് ഉറച്ചു വിശ്വസിച്ച് അവൾ വാതിൽ തുറന്നു. അവിടുത്തെ തന്നെ കുറച്ച് പഴയ സ്റ്റാഫുകളാണ് ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്നത്. മീനാക്ഷി അവർക്ക് തന്റെ ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാം കാണിച്ചു കൊടുത്തു. അല്പസമയം കഴിഞ്ഞ് ഇന്റർവ്യൂ കഴിഞ്ഞവൾ പുറത്തേക്കിറങ്ങി. തിരികെ മീനാക്ഷി ഓർഫണേജിന്റെ പടികൾ കയറി വരുമ്പോൾ അവളുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രതീക്ഷിച്ച പോലെ മറുപടി പറയാൻ പറ്റിയോ എന്ന സംശയം അവളുടെ ഉള്ളിൽ നിഴലിച്ചു. മീനാക്ഷിയെയും കാത്ത് പുറത്തു നിൽപ്പുണ്ടായിരുന്ന മേരിയമ്മ മീനാക്ഷി പടവുകൾ കയറി വരുന്നത് ദൂരെ നിന്നും കണ്ടു. അവൾ നടന്നടുത്തെത്തിയപ്പോൾ വാത്സല്യത്തോടെ മേരിയമ്മ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു മോളെ ഇന്റർവ്യൂ? മീനാക്ഷി ഒന്ന് ദീർഘശ്വാസം വിട്ടു. അറിയില്ലമ്മേ, വലിയ പ്രതീക്ഷയൊന്നും വേണ്ടെന്നാണ് തോന്നുന്നത്. ഇന്റർവ്യൂവിന് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി കൊടുത്തു. പക്ഷേ എന്നേക്കാൾ യോഗ്യതയുള്ളവർ ഉണ്ടാകില്ലേ? അവിടെ വന്നവരെയൊക്കെ കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു പേടി തോന്നി. ഇന്റർവ്യൂവിന് പോയി നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ് അധികം ആളുകളും. എല്ലാവരും ഇംഗ്ലീഷൊക്കെ ഫ്ലുവന്റ് ആയിട്ട് പറയുന്നവരും നല്ല ഡിഗ്രി ഉള്ളവരും ഒക്കെ ആയിരുന്നു. മീനാക്ഷി അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം മേരിയമ്മയോട് വിസ്തരിച്ചു പറഞ്ഞു. അവളുടെ വാക്കുകളിൽ നിരാശ പടരുന്നത് കണ്ടപ്പോൾ മേരിയമ്മ അവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. സാരമില്ല മോളെ, എല്ലാം നിന്റെ നന്മയ്ക്കായിരിക്കും. ദൈവം എന്താണ് കണ്ടുവച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. നീ വിഷമിക്കണ്ട, നമുക്ക് കാത്തിരിക്കാം. നീ പോയി മുഖം കഴുകി വാ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. മീനാക്ഷിയുടെ കവിളിൽ തട്ടിക്കൊണ്ട് മേരിയമ്മ പറഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങൾ മീനാക്ഷിക്ക് ഒട്ടും സമാധാനം കിട്ടിയില്ല. നല്ല കമ്പനിയാണ്, ജോലി കിട്ടിയാൽ ഭാഗ്യമായേനെ. ഓർഫണേജിലെ കുട്ടികളുടെ ബഹളത്തിനിടയിലും അവളുടെ ശ്രദ്ധ മേശപ്പുറത്തുണ്ടായിരുന്ന അവളുടെ ആ പഴയ മൊബൈൽ ഫോണിലേക്കായിരുന്നു. ഇടയ്ക്കൊക്കെ ആരെങ്കിലും വിളിക്കുമ്പോഴേക്കും അവൾ ഓടി വന്നു നോക്കും. ഒരു ദിവസം വൈകുന്നേരം പതിവ് പോലെ കുട്ടികളുടെ അടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മീനാക്ഷി. അതിനിടയ്ക്കാണ് മൊബൈൽ ഫോൺ റിങ് ചെയ്തത്. അവൾ ചെന്ന് നോക്കിയപ്പോൾ പരിചയമില്ലാത്ത നമ്പറാണ് സ്ക്രീനിൽ തെളിഞ്ഞത്. അവൾ പെട്ടെന്ന് ഫോൺ എടുത്തു. ഹലോ, മീനാക്ഷിയാണോ സംസാരിക്കുന്നത്? അപ്പുറത്തു നിന്നും ഗൗരവമുള്ള എന്നാൽ ശാന്തമായ ഒരു ശബ്ദം. അതെ, മീനാക്ഷിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, ഇത് നിവിൻസ് ഗ്രൂപ്പിൽ നിന്നാണ്. ഇന്റർവ്യൂവിൽ നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ വാങ്ങാൻ വരാമോ? ഓക്കെ സാർ, ഞാൻ വരാം. അവർ അപ്പോൾ ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ടായിട്ടും മീനാക്ഷി അത് തന്നെ നോക്കി നിന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് സന്തോഷം കണ്ണുനീരായി ഒഴുകി. അവൾ തന്റെ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. സന്തോഷം കൊണ്ട് അവൾ മേരി അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മേ, എനിക്ക് ജോലി കിട്ടി അമ്മേ.
ഇന്റർവ്യൂവിന് പോയ സ്ഥലത്തു നിന്നും അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. തിങ്കളാഴ്ച രാവിലെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വാങ്ങാൻ ചെല്ലാൻ പറഞ്ഞു. ഓർഫനേജിലെ ആ പഴയ വരാന്തയിലിരുന്ന് മേരിയമ്മ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. എന്റെ മോൾക്ക് ദൈവം തന്ന സമ്മാനമാണിത്. അവിടെയുള്ള എല്ലാവരോടും മോള് സ്നേഹത്തോടെ പെരുമാറണം. മേരിയമ്മയുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. എന്റെ കൈകളിൽ വളർന്ന അനാഥയായ ഒരു പെൺകുട്ടി സ്വന്തം കാലിൽ നിൽക്കാൻ പോകുന്നു എന്ന അഭിമാനം ആ കണ്ണുകളിൽ പ്രകടമായിരുന്നു. അങ്ങനെ ആ ദിവസമെത്തി. അപ്പോയിന്റ്മെന്റ് ലെറ്റർ കയ്യിൽ കിട്ടിയ അന്ന് തന്നെ അവൾ ജോലിയിൽ പ്രവേശിച്ചു. 1-2 ദിവസങ്ങൾ കുഴപ്പമില്ലാതെ കടന്നുപോയി. സഹപ്രവർത്തകരെല്ലാം അവളോട് വളരെ സ്നേഹത്തോടെ പെരുമാറി. എന്നാൽ അതുവരെ ലീവായിരുന്ന മാനേജർ നിവിൻ 3-ാം ദിവസം ജോലിയിൽ തിരിച്ചെത്തിയതോടെ കാര്യങ്ങൾ മാറി മറിയുകയാണ് ഉണ്ടായത്. യുവത്വത്തിന്റെ ചുറുചുറുക്കുള്ള കാണാൻ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, എന്നാൽ എപ്പോഴും മുഖത്ത് ഗൗരവം തളം കെട്ടി നിൽക്കുന്ന ഒരാളായിരുന്നു നിവിൻ. ഓഫീസിൽ അവന് കലിപ്പൻ എന്ന പേരുകൂടി ഉണ്ടായിരുന്നു. അന്ന് മാനേജർ നിവിൻ ഓഫീസിലെത്തിയ ദിവസം ബസ് കിട്ടാൻ ലേറ്റ് ആയത് കാരണം ഓഫീസിലെത്താൻ 10 മിനിറ്റ് വൈകിപ്പോയ മീനാക്ഷിയെ കാണാൻ നിവിൻ അവളുടെ ടേബിളിനരികിലെത്തി. അവളുടെ മുന്നിൽ വന്നു നിന്നു. എന്താ തന്റെ പേര്? ദേഷ്യത്തോടെയാണ് നിവിൻ അത് ചോദിച്ചതെന്ന് മീനാക്ഷിക്ക് മനസ്സിലായി. അവൾ പേടിച്ചുകൊണ്ട് കസേരയിൽ നിന്നും എഴുന്നേറ്റു. പേടിയോടെ നിവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അവൾ പതിയെ പറഞ്ഞു, മീനാക്ഷിക്ക് ഇതൊരു സ്ഥാപനമാണെന്നറിയില്ലേ? ഒന്നും മിണ്ടാതെ തന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന മീനാക്ഷിയെ കണ്ടപ്പോൾ നിവിന് കൂടുതൽ ദേഷ്യം വന്നു. ശബ്ദമുയർത്തിക്കൊണ്ട് അവൻ വീണ്ടും മീനാക്ഷിയോട് ചോദിച്ചു, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? പൊട്ടിയാണോ താൻ? ഇതൊരു സ്ഥാപനമാണെന്ന് നിനക്കറിയില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. നിവിന്റെ ചോദ്യം കേട്ട് പേടിച്ചു വിറച്ചുകൊണ്ട് അവൾ അപ്പോൾ പറഞ്ഞു, അറിയാം സാർ. എല്ലാവരും ഇവിടെ കറക്റ്റ് സമയത്തെത്തി. താൻ മാത്രം 10 മിനിറ്റ് ലേറ്റ് ആയിട്ടും. ഒരു സ്ഥാപനത്തിൽ വരുമ്പോൾ ടൈം മാനേജ്മെന്റ് അറിയില്ലെങ്കിൽ പിന്നെ താൻ എന്തിനാ ഈ പണിക്കിറങ്ങി തിരിച്ചത്? ഇത് മീനാക്ഷിയുടെ വീടല്ല, ഓഫീസാണ്. നാളെ മുതൽ 1 മിനിറ്റ് ലേറ്റ് ആയാൽ താൻ അകത്തേക്ക് കയറണ്ട. മാനേജർ ജോയിൻ ചെയ്ത ആദ്യ ദിവസം തന്നെ ബാക്കിയുള്ളവരുടെ മുന്നിൽ വെച്ചുള്ള ആ ശകാരം കേട്ട് അവളുടെ കണ്ണു നിറഞ്ഞു. വിറയലോടെ തന്നെ കസേരയിലേക്കിരുന്ന് അവൾ വിതുമ്പി. അത് കണ്ടു നിന്ന് അവിടുത്തെ സഹപ്രവർത്തകർ അവളോട് പറഞ്ഞു, സാരമില്ല മീനാക്ഷി, അയാൾ ഒരു കലിപ്പനാണ്. എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ്. അയാളുടെ സ്വഭാവം ഇങ്ങനെയാ. അവർ മീനാക്ഷിയെ ആശ്വസിപ്പിച്ചു. അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞുപോയി. അടുത്ത ദിവസം വളരെ നേരത്തെയാണ് മീനാക്ഷി ഓഫീസിലെത്തിയത്. ഇനി ആ ഒരു കാര്യം പറഞ്ഞ് മാനേജറുടെ വായിലിരിക്കുന്നത് കേൾക്കണ്ടല്ലോ എന്ന് അവൾ കരുതി. അങ്ങനെ അന്ന് ജോലിക്കിടെ ചെറിയൊരു ബാലൻസ് ഷീറ്റ് അവളുടെ കയ്യിൽ കൊടുത്ത് അതൊന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി നിവിൻ പറഞ്ഞു. അല്പം കഴിഞ്ഞ് നിവിന്റെ അടുത്തേക്ക് അവൾ ബാലൻസ് ഷീറ്റുമായി ചെന്നു. എന്നാൽ ആ ബാലൻസ് ഷീറ്റ് ഒന്ന് നോക്കിയ നിവിൻ അത് അപ്പോൾ തന്നെ തന്റെ മുന്നിലുള്ള മേശപ്പുറത്തേക്ക് എറിഞ്ഞു. താൻ എവിടുന്ന് അക്കൗണ്ടിങ് പഠിച്ചത്? എനിക്ക് വേണ്ടത് ഈ സ്റ്റൈലിലല്ല. പോയിട്ടെല്ലാം ഒന്നേന്ന് ചെയ്യ്. വെറുതെ ഇരുന്ന് ശമ്പളം വാങ്ങാമെന്ന് കരുതണ്ട. നിവിൻ അന്നും അവളോട് ദേഷ്യപ്പെട്ടു. വിഷമിച്ച് കരഞ്ഞുകൊണ്ട് അവന്റെ ക്യാബിനിൽ നിന്നും ഇറങ്ങി വന്ന മീനാക്ഷിയെ കണ്ട് സഹപ്രവർത്തകയായ ദീപേച്ചി അപ്പോൾ അവളുടെ അരികിലേക്ക് വന്നു. എന്തുപറ്റി മീനാക്ഷി? ഇന്നും വഴക്കുണ്ടായോ? അതിനവൾ കരയുകയല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. മീനാക്ഷി മോളെ ഒന്നിങ്ങോട്ട് നോക്കിയേ. സാരമില്ലടി, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? തന്നെ ആശ്വസിപ്പിക്കാനായി അടുത്ത് വന്ന് നിൽക്കുന്ന ദീപേച്ചിയെ അവൾ കരഞ്ഞുകൊണ്ടൊന്നും നോക്കി. പിന്നെ പതിയെ കണ്ണു തുടച്ചുകൊണ്ട് മീനാക്ഷി ദയനീയമായി പറഞ്ഞു, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല ചേച്ചി. നിവിൻ സാർ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്നെ വഴക്ക് പറയുകയാണ്. ഇന്നും വഴക്ക് പറഞ്ഞു. ചെയ്ത കണക്കുകളൊന്നും ശരിയായിട്ടില്ലത്രേ. ഈ രീതിയിലല്ല ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. മീനാക്ഷിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ കയ്യിൽ നിന്നും ആ ഫയൽ എടുത്തു നോക്കിയ ദീപേച്ചി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മീനാക്ഷി, കുറച്ചൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് എനിക്ക് തെറ്റൊന്നും തോന്നുന്നില്ല. പിന്നെ അയാൾ അങ്ങനെ തന്നെയാ. നീ എത്ര പെർഫെക്റ്റ് ആയി ചെയ്താലും അതിലും ഒരു കുറ്റം അയാൾ കണ്ടുപിടിക്കും. എന്നാലല്ലേ നമ്മളെ വഴക്ക് പറയാൻ പറ്റൂ. നീ അതൊന്നും കാര്യമാക്കണ്ട. ദീപേച്ചി അവളെ സമാധാനിപ്പിച്ചു. എത്രയെന്ന് കരുതിയാ ചേച്ചി ഇത് സഹിക്കുക? വല്ലാത്ത ദേഷ്യമാണ് സാറിന്. മീനാക്ഷിക്ക് ആകെ വല്ലായ്മ തോന്നി. മീനാക്ഷിയും ദീപേച്ചിയും പരസ്പരം എന്തു പറയണമെന്നറിയാതെ മുഖത്തോട് മുഖം നോക്കി. ദിവസങ്ങൾ മുന്നോട്ടു പോകുന്തോറും ഫയലുകളുടെ ഒരു കൂമ്പാരം തന്നെ മീനാക്ഷിയുടെ ടേബിളിൽ എത്തിക്കൊണ്ടിരുന്നു. മീനാക്ഷിയെ മാനേജർ വിളിക്കുന്നു. ഒരു ദിവസം പ്യൂൺ മീനാക്ഷിയോട് വന്ന് പറഞ്ഞു. അവൾക്കപ്പോൾ ചെറിയൊരു ഭയം തോന്നി തുടങ്ങി. തന്റെ അടുത്ത ക്യാബിനിലുണ്ടായിരുന്ന ദീപേച്ചിയെ അവൾ ഒന്ന് നോക്കി. ശേഷം അവൾ പതിയെ നിവിന്റെ ക്യാബിനിലേക്ക് നടന്നു. മീനാക്ഷി, ഈ മാസത്തെ GST ഫയലിംഗ് ഇന്നലെ കഴിയേണ്ടതായിരുന്നു. ട്രയൽ ബാലൻസ് ഷീറ്റിൽ എങ്ങനെ ഇത്ര അധികം തെറ്റുകൾ വന്നു? താൻ ഇത് ഉറക്കത്തിലാണോ ടാലി ചെയ്തത്? നിവിന്റെ ശബ്ദം ആ ക്യാബിനിൽ മുഴങ്ങി. താൻ വരുത്തിയതല്ല ആ തെറ്റുകളെന്ന് മീനാക്ഷിക്ക് അറിയാമായിരുന്നു. അവൾ വരുന്നതിനു മുൻപ് മറ്റാരോ ചെയ്തു വെച്ച എൻട്രികളായിരുന്നു അത്. എങ്കിലും വിനയത്തോടെ അവൾ അവനോട് പറഞ്ഞു, സാർ, ഇത് പഴയ എൻട്രികളാണ്. ഞാൻ ശരിയാക്കി തരാം സാർ. എനിക്ക് ന്യായീകരണങ്ങളല്ല വേണ്ടത്, റിസൾട്ടാണ് വേണ്ടത്. മീനാക്ഷി പുതിയ ആളായതുകൊണ്ട് ഇന്നൊരു ദിവസം ഞാൻ ക്ഷമിക്കുന്നു. നാളെ രാവിലെ ബാങ്ക് റീകൺസിലിയേഷൻ പൂർത്തിയാക്കി ഫയൽ എന്റെ ടേബിളിൽ എത്തിയിരിക്കണം. ഇല്ലെങ്കിൽ നാളെ മുതൽ താൻ ഇങ്ങോട്ട് വരേണ്ടതില്ല.
നിവിൻ അവളുടെ മുഖത്തു നോക്കി പറഞ്ഞു. പേടിച്ചരണ്ടുപോയ അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവൾ നിവിന്റെ മുന്നിൽ നിന്ന് ഏങ്ങി കരഞ്ഞുപോയി. എന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ കരഞ്ഞതുകൊണ്ട് കാര്യമില്ല. തനിക്ക് ഇവിടെ എന്ത് ജോലിയാ തന്നതെന്ന് വെച്ചാ അത് ചെയ്തു തീർക്കാൻ ശ്രമിക്കണം. അത് പുതിയ ആളായാലും ശരി, പഴയ ആളായാലും ശരി. താൻ പറയുന്നത് കേട്ട് ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മീനാക്ഷിയെ നോക്കി നിവിൻ പറഞ്ഞു. തൽക്കാലം മീനാക്ഷിക്ക് പോകാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചാൽ നന്ന്. തന്റെ മുന്നിലുണ്ടായിരുന്ന ഫയലിൽ നോക്കിക്കൊണ്ട് നിവിൻ പറഞ്ഞു. കരഞ്ഞുകൊണ്ട് തന്റെ ക്യാബിനിലെത്തിയ മീനാക്ഷിയെ പതിവ് പോലെ ദീപേച്ചി വന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും അവൾക്കൊരാശ്വാസവാക്കായി തോന്നിയില്ല. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയെങ്കിലും മീനാക്ഷി അത് തുടച്ചു മാറ്റി. നിവിന്റെ വാക്കുകൾ അവൾക്ക് വലിയൊരു ഷോക്കായിരുന്നു കൊടുത്തത്. ഓഫീസിലെ തന്റെ ആ കൊച്ചു ക്യാബിനിലിരുന്ന് മീനാക്ഷി തന്റെ മുന്നിലുണ്ടായിരുന്ന ലാപ്ടോപ്പിന്റെ സ്ക്രീനിലേക്ക് നോക്കി. പക്ഷേ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നത് കൊണ്ട് സ്ക്രീനിലെ അക്ഷരങ്ങളെല്ലാം അവ്യക്തമായി കാണപ്പെട്ടു. അല്പം മുൻപ് മാനേജർ നിവിൻ ക്യാബിനിൽ വെച്ച് പറഞ്ഞ പരുക്കൻ വാക്കുകൾ അപ്പോഴും അവളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ജോലിയിൽ പ്രവേശിച്ചിട്ട് ആകെ കുറച്ചു ദിവസമായിട്ടേ ഉള്ളൂ. എന്നിട്ടും ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ചെയ്തു കൊടുത്തു. അങ്ങനെയൊക്കെ ചെയ്തിട്ടും പുതിയ ആളെന്ന നിലയിലുള്ള പരിഗണന പോലും എന്നോട് കാണിക്കാതെ സാർ എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നല്ലോ. അവളുടെ മനസ്സിൽ വീണ്ടും വിഷമങ്ങൾ മേഘം പോലെ ഉരുണ്ടുകൂടി. കീബോർഡിൽ അവളുടെ വിരലുകൾ ചലിച്ചെങ്കിലും ഫയലുകളിൽ തെറ്റുകൾ പെരുകിക്കൊണ്ടേയിരുന്നു. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് അന്ന് അവൾ ഓഫീസ് വിട്ടിറങ്ങിയത്. തിരിച്ച് ഓർഫനേജിൽ എത്തിയിട്ട് പോലും അവളുടെ മനസ്സിനൊരാശ്വാസവും കിട്ടിയില്ല. നിവിൻ ഓഫീസിൽ നിന്നും പറഞ്ഞ വാക്കുകൾ ഒരു ഭാരമായി അവളുടെ നെഞ്ചിൽ തന്നെ കിടന്നു. ആ ചിന്തകൾ അവളെ വല്ലാതെ അലട്ടിയത് കാരണം അന്ന് രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കട്ടിലിൽ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് സമയം തള്ളി നീക്കി. പുലർച്ചെ എപ്പോഴോ മയങ്ങിപ്പോയ മീനാക്ഷി മേരിയമ്മ വന്ന് തട്ടി വിളിച്ചപ്പോഴാണ് ഉറക്കമുണർന്നത്. അപ്പോഴേക്കും സമയം ഒരുപാട് വൈകിയിരുന്നു. അതിവേഗം റെഡിയായി ഓഫീസിലെത്തുമ്പോൾ മീനാക്ഷിയുടെ മനസ്സ് വല്ലാതെ ഭയപ്പെട്ടിരുന്നു. കിതച്ചുകൊണ്ട് മീനാക്ഷി തന്റെ സീറ്റിലെത്തിയതും പ്യൂൺ അവളുടെ അടുത്ത് വന്നു. തന്നെ മാനേജർ സാർ വിളിക്കുന്നുണ്ട്, ഫയലുമായി അകത്തേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. പ്യൂൺ പറഞ്ഞത് കേട്ടപ്പോഴേക്കും മീനാക്ഷിയുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. ഈശ്വര, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. വർക്കൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. എന്താ ഞാൻ സാറിനോട് പറയുക? അവൾ ഫയലുകൾ എടുത്ത് നിവിന്റെ ക്യാബിനിലേക്ക് നടന്നു. അകത്തേക്ക് കയറിയ മീനാക്ഷി നിവിന്റെ മുഖത്തേക്കൊന്നു നോക്കി. താൻ വരുന്നത് നോക്കി നിൽക്കുന്ന അവന്റെ മുഖം അപ്പോൾ ദേഷ്യം കൊണ്ട് ചുവന്നിട്ടുണ്ടായിരുന്നു. മീനാക്ഷി, ഇന്നലെ തന്ന റിപ്പോർട്ടുകളൊക്കെ എവിടെ? അതെല്ലാം കംപ്ലീറ്റ് ആയോ? നിവിന്റെ ശബ്ദത്തിൽ ഒരു ഗൗരവവും ദേഷ്യവും കലർന്നിട്ടുണ്ടായിരുന്നു. മീനാക്ഷി വിറയ്ക്കുന്ന കൈകളോടെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഫയലുകൾ അപ്പോൾ നിവിന് നേരെ നീട്ടി. സാർ, അത് പകുതിയായിട്ടേ ഉള്ളൂ. ബാക്കി ടൈപ്പ് ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക്. അവളുടെ വാക്കുകൾ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ നിവിൻ അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഫയൽ പിടിച്ചു വാങ്ങി ദേഷ്യത്തോടെ മറിച്ചു നോക്കി. അടുത്ത നിമിഷം ആ ഫയലുകൾ മീനാക്ഷിയുടെ മുഖത്തേക്ക് തന്നെ അവൻ വലിച്ചെറിഞ്ഞു. പറ്റില്ലെങ്കിൽ ഇട്ടേച്ച് പൊയ്ക്കൂടെ? വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഓരോന്ന് വലിഞ്ഞു കയറി വന്നോളും. നിനക്ക് തോന്നിവാസം കളിക്കാൻ നിന്റെ തന്തയോടും തള്ളയോടും സ്വന്തമായിട്ടൊരു സ്ഥാപനം ഉണ്ടാക്കി തരാൻ പറയേ. ഇമ്മാതിരി ഇവിടെ പറ്റില്ല. അവൻ അവളുടെ മുഖത്ത് നോക്കി ആക്രോശിച്ചു. ചിതറിത്തെറിച്ച പേപ്പറുകൾ മീനാക്ഷിയുടെ ശരീരത്തിൽ കൂടി അവളുടെ കാൽച്ചുവട്ടിൽ വീണു. ഓഫീസിലുണ്ടായിരുന്ന ജീവനക്കാരെല്ലാം അവിടെ നടക്കുന്ന കാഴ്ച കണ്ട് സ്തംഭിച്ചുപോയി. എന്തെന്നില്ലാത്തൊരു മൗനം ആ മുറിയിൽ ഭീകരമായി പടർന്നു. തന്റെ സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് വീണ്ടും അപമാനിക്കപ്പെട്ടപ്പോൾ നിൽക്കുന്നിടത്തു നിന്നും ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിലെന്ന് ഒരു നിമിഷം മീനാക്ഷി ചിന്തിച്ചുപോയി. മീനാക്ഷി അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. അവളുടെ കണ്ണിൽ നിന്നും വീണ കണ്ണുനീർ തുള്ളികൾ ആ പേപ്പറുകളിലേക്ക് വീണ് മഷി പടരുന്നുണ്ടായിരുന്നു. ദേശത്തോടെ നിവിൻ അപ്പോൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. എല്ലാവരും ഇങ്ങോട്ട് തന്നെ ഉറ്റുനോക്കുന്നു എന്ന തിരിച്ചറിവ് അവളെ കൂടുതൽ തളർത്തി. തന്റെ കഴിവിനെ ചോദ്യം ചെയ്തതിനേക്കാൾ ചുറ്റും കൂടിയിരിക്കുന്ന തന്റെ സഹപ്രവർത്തകരുടെ ദയനീയമായ ആ നോട്ടം അവളെ കൂടുതൽ തളർത്തിക്കളഞ്ഞു. ആ ക്യാബിനിലിരുന്ന് വിതുമ്പി കരഞ്ഞുകൊണ്ട് അവൾ നിലത്ത് വീണ പേപ്പറുകളെല്ലാം പെറുക്കിയെടുത്തു. ആ നിമിഷം ചുറ്റുമുള്ള എസിയുടെ തണുപ്പിനേക്കാൾ വലിയൊരു മരവിപ്പ് അവളുടെ ഉള്ളിൽ പടരുന്നുണ്ടായിരുന്നു. തന്റെ ക്യാബിനിൽ തിരിച്ചെത്തിയ മീനാക്ഷി വാഷ്റൂമിൽ പോയി മുഖം കഴുകി മുന്നിലുണ്ടായിരുന്ന കണ്ണാടിയിൽ കാണുന്ന തന്റെ സ്വന്തം പ്രതിബിംബം ഒന്ന് നോക്കി. എന്നിട്ട് അവൾ മെല്ലെ ചോദിച്ചു, ഇതാണോ മീനാക്ഷി നിന്റെ വിധി? വെറുമൊരു മാനേജറുടെ ദേഷ്യം തീർക്കാനുള്ള ഉപകരണം മാത്രമാണോ നീ? ഇതിനാണോ നീ ഇത്ര കഷ്ടപ്പെട്ടൊരു ജോലി അന്വേഷിച്ച് നടന്നത്? അവളുടെ മനസ്സിൽ അപ്പോൾ എന്തെന്നില്ലാത്ത വാശി തോന്നി. വാഷ്റൂമിൽ നിന്ന് എന്തോ തീരുമാനിച്ചിറങ്ങിയ അവൾ പിന്നെ കരഞ്ഞു തളർന്നിരിക്കാൻ തയ്യാറായില്ല. നിവിൻ വലിച്ചെറിഞ്ഞ അതേ ഫയലുകൾ അവൾ വീണ്ടും കമ്പ്യൂട്ടറിൽ തുറന്നു. അന്ന് മുഴുവൻ ഒരു ഭക്ഷണമോ വെള്ളമോ പോലും കുടിക്കാതെ ഓരോ പേജുകളും അവൾ കൃത്യമായി പരിശോധിച്ചു. ഓരോ കണക്കുകളും 3 വട്ടം പരിശോധിച്ചുറപ്പിച്ച് അന്ന് വൈകുന്നേരം എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം വളരെ വൈകിയാണ് മീനാക്ഷി അവിടെ നിന്നും ഇറങ്ങിയത്.
ഇറങ്ങുന്നതിനു മുൻപ് അതുവരെ ഉണ്ടായിരുന്ന കണക്കുകളെല്ലാം ഒന്നുകൂടി കൃത്യമായി ഫയലിലാക്കി നിവിന്റെ മേശപ്പുറത്ത് കൊണ്ടുപോയി അടുക്കി വെച്ചു. ഇനി ഒരിക്കലും ആ സ്ഥാപനത്തിലേക്കില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് പിറ്റേന്ന് രാവിലെ തന്റെ ക്യാബിനിലെത്തിയ നിവിൻ തന്റെ മേശപ്പുറത്ത് അടുക്കി വെച്ച ഫയലുകൾ കണ്ടപ്പോൾ ഒന്ന് അതിശയപ്പെട്ടു. ഇത് മീനാക്ഷിയുടെ കയ്യിലുണ്ടായിരുന്ന ഫയലുകളാണല്ലോ. അവൻ കസേരയിലിരുന്ന് നെറ്റി ചുളിച്ചുകൊണ്ട് ഫയലുകളിലെ ഓരോ പേജും മറിച്ചു നോക്കി. ഒരു തെറ്റുപോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ പൂർണ്ണമായ റിപ്പോർട്ടുകൾ. ഫയലുകൾ മുഴുവൻ നോക്കിയ നിവിൻ ഒന്ന് ഞെട്ടി. ഇത്ര പെട്ടെന്ന് ഇവളെങ്ങനെ ഇതൊക്കെ ശരിയാക്കിയെടുത്തു? അവൻ അത്ഭുതപ്പെട്ടു. അവളെ ഒന്ന് അഭിനന്ദിക്കണമെന്ന് കരുതി നിവിൻ അപ്പോൾ പ്യൂണിനെ വിളിച്ചു. മീനാക്ഷിയോടൊന്ന് അകത്തേക്ക് വരാൻ പറയൂ. സാർ, മീനാക്ഷി ഇന്നലെ രാത്രി തന്നെ ജോലി നിർത്തിപ്പോയി. ദായ റിസൈൻ ലെറ്റർ മീനാക്ഷിയുടെ മേശപ്പുറത്തുണ്ടായിരുന്നു. പ്യൂൺ നൽകിയ കവർ തുറന്ന നിവിൻ അപ്പോൾ ഞെട്ടിപ്പോയി. പോയോ? ഞാൻ ഇന്നലെ അവളെ വല്ലാതെ വേദനിപ്പിച്ചു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് വഴക്ക് പറഞ്ഞു. അവൾക്കത് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. എല്ലാവരോടും കടിച്ചു കീറിക്കൊണ്ടുള്ള തന്റെ വൃത്തികെട്ട സ്വഭാവമോർത്ത് അവനപ്പോൾ എന്തോ പോലെ തോന്നി. അപ്പോൾ തന്നെ മീനാക്ഷിയുടെ നമ്പർ ചോദിച്ചു വാങ്ങിയ നിവിൻ അവളെ ഒരുപാട് ഫോണിൽ ട്രൈ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അന്ന് വൈകുന്നേരം ഓഫീസിൽ നിന്നും ഇറങ്ങുന്നതിന് മുന്നേ ഓഫീസിലെ അഡ്രസ് ബുക്കിൽ നിന്നും അവളുടെ അഡ്രസ് നോക്കിയപ്പോഴാണ് വീടിന്റെ സ്ഥാനത്ത് ഒരു ഓർഫണേജിന്റെ പേര് അവൻ കണ്ടത്. അത് കണ്ടപ്പോൾ നിവിന്റെ നെഞ്ചിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞതുപോലെ അവന് തോന്നി. ഇവൾ അനാഥയായിരുന്നോ? ആരും തുണയില്ലാത്തൊരു പെൺകുട്ടിയോടാണോ താൻ അപ്പോൾ ഇത്രയും ക്രൂരമായി പെരുമാറിയത്? അതുകൂടി ആയപ്പോൾ നിവിൻ അവിടെ ഇരുന്നിട്ട് ഇരിപ്പുറച്ചില്ല. ഓഫീസിൽ നിന്നും നേരത്തെ ഇറങ്ങിയ നിവിൻ നേരെ പോയത് അനാഥാലയത്തിലേക്കാണ്. വൈകുന്നേരത്തെ ആ മങ്ങിയ വെളിച്ചത്തിൽ നിവിൻ അനാഥാലയത്തിന്റെ ഗേറ്റിന് മുന്നിൽ കാർ നിർത്തി. ഗേറ്റ് തുറന്ന് അകത്തേക്ക് നടന്ന നിവിൻ ദൂരെ ഒരു മരത്തിന് ചുവട്ടിലിരിക്കുന്ന മീനാക്ഷിയെ കണ്ടു. അവൾക്ക് ചുറ്റും ഒരുപാട് പിഞ്ചുകുട്ടികൾ കൂടിയിരിക്കുന്നുണ്ട്. നിവിൻ അപ്പോൾ അവളുടെ അടുത്തേക്ക് നടന്നു. ചുറ്റുവട്ടം കൂടിയിരിക്കുന്ന കുഞ്ഞു കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു മീനാക്ഷി അപ്പോൾ. പക്ഷേ അവളുടെ മുഖത്തൊരു നിരാശ തളം കെട്ടി നിൽക്കുന്നത് നിവിന് കാണാമായിരുന്നു. നിവിൻ പതുക്കെ അവളുടെ അടുത്തേക്ക് നടന്നു. ചേച്ചി, ദേ ആരോ. മീനാക്ഷിയുടെ ചുറ്റും കൂടിയിരിക്കുന്ന കുട്ടികളിൽ ഏതോ ഒരു കുട്ടി പറഞ്ഞപ്പോഴാണ് മീനാക്ഷി തിരിഞ്ഞു നോക്കിയത്. തന്റെ പിന്നിലെത്തി നിൽക്കുന്ന നിവിനെ കണ്ടപ്പോൾ മീനാക്ഷി ഒന്ന് ഞെട്ടി. അവൾ അപ്പോൾ ആ മരത്തിനു ചുവട്ടിൽ നിന്നും വേഗം എഴുന്നേറ്റ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോഴേക്കും നിവിൻ അവളെ വിളിച്ചു. മീനാക്ഷി, ഞാൻ മീനാക്ഷിയെ കാണാൻ വേണ്ടി വന്നതാണ്. മീനാക്ഷി അപ്പോൾ നിവിന്റെ മുഖത്തേക്കൊന്നു നോക്കി. പേടിക്കണ്ട, ഞാനിവിടെ വഴക്ക് പറയാൻ വേണ്ടി വന്നതല്ല, ക്ഷമ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ആ കണ്ണുകളിൽ അവളുടെ ദയനീയാവസ്ഥ നിവിന് പ്രകടമായി കാണാമായിരുന്നു. താൻ മീനാക്ഷിയോട് ചെയ്തു പോയ തെറ്റുകൾ പൊറുക്കാനാവാത്തതാണെന്ന് നിവിന്റെ മനസ്സിൽ കിടന്നു വല്ലാതെ നീറി. മീനാക്ഷിയെ ഞാൻ ഒരിക്കലും മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. പുതിയതായി ചാർജ് എടുത്തൊരു പെൺകുട്ടിക്ക് ജോലിയിൽ പല പരിമിതികളും കാണും. പക്ഷേ അതൊന്നും മനസ്സിലാക്കാതെ ഞാൻ എടുത്താൽ പൊന്താത്ത ഭാരമെടുത്ത് നിന്റെ തലയിൽ വെച്ച് തന്നു. അത് ചെയ്തു തീർക്കാൻ പറ്റാത്തതിന് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിന്റെ മുന്നിൽ വെച്ച് ഫയലുകളൊക്കെ നിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. എത്രത്തോളം പ്രഷറുള്ള ജോലിയാണ് അതെന്ന് എനിക്കറിയാം. അത്രയൊക്കെ പ്രഷർ നിനക്ക് തന്നിട്ടും നീ ഫയലുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് എന്റെ മേശപ്പുറത്ത് കൊണ്ടുവന്നു വെച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു. പിന്നീട് പ്യൂൺ പറഞ്ഞപ്പോഴാണ് മീനാക്ഷി റിസൈൻ ലെറ്റർ എഴുതി വെച്ച് പോയെന്ന് മനസ്സിലായത്. അതിനുത്തരവാദി ഞാനാണെന്ന് എനിക്കറിയാമായിരുന്നു. അവൻ പറയുമ്പോൾ മീനാക്ഷിയുടെ മനസ്സിൽ അവനോട് അപ്പോഴും വല്ലാത്ത ദേഷ്യമുണ്ടായിരുന്നു. അവൾ അപ്പോൾ നിവിനോട് പറഞ്ഞു, സർ, ഒരു ജോലി എന്ന് പറയുന്നത് സാറിന് ചിലപ്പോൾ വലിയ കാര്യമൊന്നുമല്ലായിരിക്കാം. പക്ഷേ എനിക്ക് ആ ജോലി എത്രത്തോളം വലുതായിരുന്നെന്ന് സാറിന് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല. അവൾ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നിവിൻ. അപ്പോൾ അവിടെ നിന്നിരുന്ന കുട്ടികളിൽ ഒരാളുടെ തലയിൽ തലോടിക്കൊണ്ട് മീനാക്ഷി വീണ്ടും പറഞ്ഞു തുടങ്ങി. സാറി, കുഞ്ഞുങ്ങളെ കണ്ടോ? എന്നെ പോലെ തന്നെ ആരോരുമില്ലാതെ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയവരാണിവരൊക്കെ. ഇന്നിവരുടെയൊക്കെ ആശ്രയം ഈ ഓർഫണേജ് ആണ്. ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ അവരുടെ മുഖത്തെ സന്തോഷം സാർ ഒന്ന് കാണണം. അവൾ എന്നിട്ട് നിലത്ത് മുട്ടുകുത്തി നിന്ന് അവിടെ കൂടി നിന്നിരുന്ന മക്കളോടെല്ലാമായി പറഞ്ഞു, ഇനി മക്കളെല്ലാവരും ബഹളമൊന്നും ഉണ്ടാക്കാതെ അകത്ത് പോയി കളിച്ചോളൂട്ടോ. ആന്റി സാറിനോടൊന്ന് സംസാരിച്ചിട്ട് ഇപ്പൊ വരാട്ടോ. കുട്ടികൾ അവിടെ നിന്നും ഓടിപ്പോകുന്നത് കണ്ട് എഴുന്നേറ്റ മീനാക്ഷി വീണ്ടും നിവിനോട് പറഞ്ഞു, ദാ അവിടെ ആ കസേരയിൽ ഇരിക്കുന്ന അമ്മയെ സാറ് കണ്ടോ? അതാണ് ഞങ്ങളുടെ എല്ലാം അമ്മ, ഈ ഓർഫണേജിന്റെ ഉടമ മേരിയമ്മ. ഇത്രയും പ്രായമായിട്ടും ആ അമ്മയെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ചെയ്യാൻ പറ്റിയ ജോലികളൊക്കെ ചെയ്യും. അതിൽ നിന്ന് കിട്ടുന്ന കാശും ആരെങ്കിലും സഹായമായി തരുന്ന പണവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഈ കുട്ടികളൊക്കെ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഇടയായി കഥ മാറി. സഹായിക്കാൻ താല്പര്യമുള്ളവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങളിലേക്ക് ചുരുങ്ങി. അതിനിടയിൽ ഞങ്ങളെയൊക്കെ ആരോർക്കാൻ?
ഞങ്ങൾക്കൊരു നേരത്തെ ഭക്ഷണം പോലും തരാൻ ബുദ്ധിമുട്ടുന്ന അമ്മയെ കണ്ടപ്പോൾ എന്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത വിഷമം വന്നു. എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ എന്തെങ്കിലും ഒരു സഹായം ഈ കുഞ്ഞുങ്ങൾക്ക് നൽകണമെന്ന് മനസ്സിൽ തോന്നി. അങ്ങനെയാണ് ഞാൻ ഒരു ജോലി എന്ന സ്വപ്നവുമായി ആ സ്ഥാപനത്തിന്റെ പടി കയറിയത്. മീനാക്ഷിയുടെ ശബ്ദം ഇടറാൻ തുടങ്ങി. അന്ന് ആ ജോലി എനിക്ക് കിട്ടിയപ്പോൾ എന്നേക്കാൾ കൂടുതൽ സന്തോഷിച്ചിരുന്നത് ഈ കുഞ്ഞുങ്ങളായിരുന്നു. ഒരുപാട് ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടുമല്ലോ എന്നോർത്ത് അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു തുടങ്ങിയിരുന്നു. അവളുടെ വാക്കുകൾ നിവിന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. താൻ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന കുറ്റബോധം അവനെ കൊണ്ട് വീണ്ടും വീണ്ടും മാപ്പ് പറയാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. മീനാക്ഷി, എന്നോട് ക്ഷമിക്കണം. പലപ്പോഴും ഞാൻ ആവശ്യമില്ലാതെ അവിടെയുള്ള പലരെയും വഴക്ക് പറഞ്ഞിട്ടുണ്ട്. എന്റെ കഴിഞ്ഞുപോയ കാലങ്ങളിൽ ഞാൻ അനുഭവിച്ച വിഷമങ്ങളിൽ നിന്ന് ആശ്വാസം കണ്ടെത്തിയിരുന്നത് അതിൽ കൂടിയായിരുന്നു. അതിലൊരാളാണ് മീനാക്ഷിയും. എല്ലാം കേട്ട് തല താഴ്ത്തി നിൽക്കുകയായിരുന്ന മീനാക്ഷിക്ക് നിവിൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ല. സാർ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, അവൾ പറഞ്ഞു. ഒരു നിശ്വാസത്തോടെ നിവിൻ അപ്പോൾ മീനാക്ഷിയെ നോക്കി. ഒരു തരത്തിൽ പറഞ്ഞാൽ മീനാക്ഷിയെ പോലെ തന്നെ ഒരു അനാഥനാണ് ഞാനും. ഒരു 15 വയസ്സുവരെ എനിക്ക് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ ഒരു പാവം ബാങ്ക് മാനേജർ ആയിരുന്നു. അമ്മ ഒരു ബ്യൂട്ടീഷ്യനും. സന്തോഷത്തോടെ പോയിരുന്ന ഞങ്ങളുടെ ഫാമിലിയിൽ എവിടെ മുതലാണ് വിള്ളൽ വീണതെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് അമ്മയായിരുന്നു. സ്വന്തമായ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങിയ അമ്മയ്ക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായി. അതിൽ ആൺസുഹൃത്തുക്കളും പെടും. മിക്ക ദിവസങ്ങളിലും അമ്മ വീട്ടിലെത്താൻ വളരെ വൈകിയിരുന്നു. അന്നൊക്കെ അച്ഛനായിരുന്നു എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിരുന്നത്. മദ്യപിച്ച് ബോധമില്ലാത്ത അമ്മയെ രാത്രി ആരെങ്കിലും കാറിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുന്നത് ഞങ്ങൾക്കൊരു പതിവ് കാഴ്ചയായിരുന്നു. എല്ലാത്തിനും പണം മതി എന്നുള്ള അഹങ്കാരം അമ്മയ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അച്ഛൻ ഒരു പാവമായതുകൊണ്ട് അമ്മ പറയുന്നതും ചെയ്യുന്നതും ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു. അത് അമ്മയ്ക്ക് കൂടുതൽ പ്രചോദനം നൽകി. ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് എന്നെയും അച്ഛനെയും നോക്കാനോ സംസാരിക്കാനോ ഒന്നും അമ്മയ്ക്ക് താല്പര്യമില്ലാതായി. മിക്ക സമയവും ഫോണിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബിൽ. അത് കാരണം അച്ഛൻ വല്ലാതെ വിഷമിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം അച്ഛന്റെ ബാങ്കിലെ ഏതോ ഒരു സ്റ്റാഫ് പറഞ്ഞ് അച്ഛൻ ഒരു കാര്യം അറിയാനിടയായി. അമ്മയ്ക്ക് ഏതോ ഒരു ബിസിനസ്സുകാരനുമായി ബന്ധമുണ്ടെന്ന്. അത് അച്ഛനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. അതുവരെ മദ്യം കൈകൊണ്ടുപോലും തൊടാതിരുന്ന അച്ഛൻ അന്ന് വൈകുന്നേരം വരുമ്പോൾ വല്ലാതെ കുടിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയ പാടെ അച്ഛൻ ആ ബന്ധത്തെപ്പറ്റി അമ്മയോട് തിരക്കി. അത് അമ്മയ്ക്ക് സഹിച്ചില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. ഇതെല്ലാം കണ്ട് കരഞ്ഞുകൊണ്ട് ഞാനും അവരുടെ നടുവിൽ നിൽക്കുന്നുണ്ടായിരുന്നു. വഴക്കൊരുപാട് നേരം നീണ്ടുനിന്നു. അച്ഛൻ അമ്മയെ ഒരുപാട് തല്ലി. അതിനിടയ്ക്ക് അമ്മ കരഞ്ഞുകൊണ്ട് ആരെയോ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് നേരം വഴക്കുണ്ടായ ശേഷം മുറിയിൽ കയറി കതകടച്ച അമ്മ പിന്നെ വാതിൽ തുറക്കുന്നത് മുറ്റത്തൊരു കാറ് വന്ന് നിർത്തിയപ്പോഴാണ്. പേടിച്ച് കരഞ്ഞ് തളർന്ന് സോഫയിലിരിക്കുകയായിരുന്ന എന്റെ മുഖത്ത് പോലും നോക്കാതെ എന്റെ മുന്നിൽ കൂടി അമ്മ ബാഗും എടുത്ത് അയാളുടെ കൂടെ ഇറങ്ങിപ്പോയി. അന്ന് ആ കാറിൽ കയറി അമ്മ പോകുമ്പോൾ പിന്നാലെ ഞാൻ കരഞ്ഞുകൊണ്ട് ഒരുപാട് ഓടി. പക്ഷേ ആ കാർ എന്റെ മുന്നിൽ നിന്നും ഓടി അകന്നുപോയി. ഇതെല്ലാം കണ്ടു നിന്ന അച്ഛന് പിന്നെ സഹിക്കാൻ പറ്റിയില്ല. മുറിയിൽ കയറി വാതിലടച്ച അച്ഛൻ പിന്നെ കതക് തുറന്നില്ല. അപ്രതീക്ഷിതമായി അവിടെ വന്ന അച്ഛന്റെ സുഹൃത്തിന്റെ സഹായത്തോടെ ആ മുറിയുടെ വാതിൽ പൊളിച്ച ഞാൻ കണ്ടത് ഫാനിന് മുകളിൽ ഒരു കയറിൽ തൂങ്ങിയാടുന്ന അച്ഛനെയാണ്. അതെനിക്ക് ഓർക്കുമ്പോൾ ഇപ്പോഴും വിഷമമാണ്. ഒരു 15 വയസ്സുകാരന് താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറമായിരുന്നു ആ രാത്രി സംഭവിച്ചത്. നിവിന്റെ വാക്കുകൾ ഇടറി. മീനാക്ഷിക്ക് അവൻ പറഞ്ഞതെല്ലാം മനസ്സിലായി. അവൾ നിവിനെ തന്നെ ഒന്ന് നോക്കി. അവിടുന്ന് അങ്ങോട്ടൊരു ബന്ധുവീട്ടിലാണ് വളർന്നത്. അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ട് അവരുടെ കുറെ ആട്ടും തുപ്പുമൊക്കെ സഹിച്ചു. പിന്നീട് പഠിത്തം കഴിഞ്ഞപ്പോൾ എനിക്ക് അവകാശപ്പെട്ട വീടും സ്ഥലവും ഒക്കെ പണയപ്പെടുത്തി ഒരു ബിസിനസ് തുടങ്ങി. അതിലാണ് ഇവിടെ വരെ എത്തിയത്. ആരും തുണയില്ലാത്ത, ഒരു പക്വതയുമില്ലാത്ത ഒരു ചെക്കന്റെ കഠിനാധ്വാനമാണ് ഇന്ന് കാണുന്നതെല്ലാം. നിവിൻ അപ്പോൾ അനാഥാലയത്തിന്റെ മുറ്റത്തെ ഒരു വലിയ മരത്തിന് ചുവട്ടിലേക്ക് ചെന്ന് ദൂരേക്ക് നോക്കി നിന്നു. അവന്റെ മുഖത്ത് പഴയ ഗമയോ ദേഷ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പകരം എങ്ങോ നഷ്ടപ്പെട്ടു പോയ എന്തിനെയോ തിരയുന്ന ഒരാളുടെ ഭാവമായിരുന്നു. മീനാക്ഷി, നിവിൻ പതിയെ വിളിച്ചു. എല്ലാവരും വിചാരിക്കുന്നത് എനിക്ക് ആരോടും സ്നേഹമില്ലെന്നാണ്. പക്ഷേ ഉള്ളിൽ ഞാൻ ഇന്നും ആ പഴയ പേടിച്ചു വിറച്ചു നിൽക്കുന്ന 15 വയസ്സുകാരനാണ്. സ്നേഹം കിട്ടേണ്ട പ്രായത്തിൽ കിട്ടാതെ വന്നപ്പോൾ ആരും എന്നെ ഉപദ്രവിക്കാതിരിക്കാൻ ഞാൻ അണിഞ്ഞ മുഖംമൂടിയാണ് ഈ ദേഷ്യം. ആരെയും വിശ്വസിക്കാൻ എനിക്ക് പറ്റാതായിപ്പോയി. നിവിന്റെ ശബ്ദമിടറുന്നത് മീനാക്ഷി തിരിച്ചറിഞ്ഞു. അവൾ അവനെ നോക്കി കുറച്ചു നേരം നിശബ്ദയായി നിന്നു. എന്നിട്ട് വളരെ ബഹുമാനത്തോടെയും പക്വതയോടെയും സംസാരിച്ചു തുടങ്ങി. നിവിൻ സാർ പറഞ്ഞത് ശരിയായിരിക്കാം. സാറിന് പണ്ട് കിട്ടാതെ പോയ സ്നേഹം ഒരു വലിയ കുറവ് തന്നെയാണ്. പക്ഷേ നമുക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് സാർ കരുതരുത്. നമ്മൾ അനുഭവിക്കുന്ന വേദന മറ്റുള്ളവർക്ക് നൽകുമ്പോൾ അല്ല സാർ നമ്മുടെ മനസ്സിന്റെ സങ്കടം മാറുന്നത്.
നിവിൻ ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി. മീനാക്ഷി തുടർന്നു. സാറി കാണിക്കുന്ന ദേഷ്യം കണ്ട് ഓഫീസിലുള്ളവർ പേടിക്കുന്നുണ്ടാകാം. പക്ഷേ ആരും സാറിനെ സ്നേഹിക്കുന്നില്ല സാർ. ഈ ദേഷ്യം കൊണ്ട് സാറിനെ തന്നെ ഒരു ഇരുട്ടുമുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ദേഷ്യപ്പെടുമ്പോൾ സാറിന് ചെറിയൊരു അധികാരം തോന്നുന്നുണ്ടാകാം. പക്ഷേ സമാധാനം കിട്ടുന്നുണ്ടോ? ഈ കുട്ടികളെ ഒന്ന് നോക്കൂ സാർ. ഇവർക്കാരുമില്ല. പക്ഷെ ഇവർ പരസ്പരം സ്നേഹിച്ചും ചിരിച്ചും സങ്കടങ്ങൾ മറക്കുന്നു. സങ്കടങ്ങളെ ചിരിച്ചുകൊണ്ട് തോൽപ്പിക്കണം സാർ. അല്ലാതെ ദേഷ്യം കൊണ്ട് ലോകത്തെ പേടിപ്പിക്കുകയല്ല വേണ്ടത്. അവൾ അല്പം കൂടി അടുത്തു ചെന്ന് അവനെ നോക്കി പറഞ്ഞു. ഇനി ആ പഴയ കാര്യങ്ങൾ ഓർത്ത് സ്വയം പീഡിപ്പിക്കരുത്. കഴിഞ്ഞു പോയതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ വരാനുള്ള ദിവസങ്ങൾ സാറിന് സന്തോഷമുള്ളതാക്കാം. ജീവിതം ഒരു വട്ടമേ ഉള്ളൂ നിവിൻ സാർ. അത് മറ്റുള്ളവരെ വേദനിപ്പിച്ച് തീർക്കാനുള്ളതല്ല. നാളെ മുതൽ ഓഫീസിൽ ചെല്ലുമ്പോൾ സാർ ഒന്ന് ചിരിച്ചു നോക്കൂ. അപ്പോൾ സാറിന് മനസ്സിലാകും സാറിനെ ഇഷ്ടപ്പെടാൻ അവിടെ എത്ര പേരുണ്ടെന്ന്. സ്നേഹം കൊടുത്താൽ മാത്രമേ അത് തിരിച്ചു കിട്ടൂ. ആദ്യമായാണ് ഒരാൾ നിവിനെ അധികാരം കൊണ്ടല്ലാതെ അത്രയും ലളിതമായ വാക്കുകൾ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. മീനാക്ഷിയുടെ ആ സ്നേഹപൂർണമായ ഉപദേശം കേട്ടപ്പോൾ നിവിന്റെ ഉള്ളിലെ വർഷങ്ങളായുള്ള ആ കലിപ്പൻ ഭാവം അലിഞ്ഞു പോവുകയായിരുന്നു. അവൻ അവളെ നോക്കി ആദ്യമായി ആത്മാർത്ഥമായൊന്ന് പുഞ്ചിരിച്ചു. ആ ചിരിയിൽ ഒരു പുതിയ മനുഷ്യൻ ജനിക്കുകയായിരുന്നു. നിവിൻ കുറച്ചുനേരം നിശബ്ദനായി നിന്നു. മീനാക്ഷി പറഞ്ഞ ഓരോ വാക്കും അവന്റെ ഉള്ളിൽ പുതിയൊരു തിരിച്ചറിവുണ്ടാക്കിയിരുന്നു. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, മീനാക്ഷി, പഴയ കാര്യങ്ങൾക്കെല്ലാം ഞാൻ ഒരിക്കൽ കൂടി മാപ്പ് ചോദിക്കുന്നു. എനിക്ക് ഓഫീസിലുള്ളവരോട് പഴയതുപോലെ അല്ലാതെ പെരുമാറണം. മാറ്റങ്ങൾ വരുത്തണം. അതിന് മീനാക്ഷിയുടെ സഹായം എനിക്ക് വേണം. നീ തിരികെ ഓഫീസിൽ ജോയിൻ ചെയ്യാൻ വരുമോ? അപ്രതീക്ഷിതമായ ആ ചോദ്യം കേട്ട് മീനാക്ഷി ഒന്ന് പകച്ചു. അവൾ അനാഥാലയത്തിലെ കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കി. അവരുടെ പഠനത്തിനും ഭക്ഷണത്തിനുമായി ഒരു ജോലി അവൾക്ക് അത്യാവശ്യമാണ്. എങ്കിലും ഒരു മടിയോടെ അവൾ ചോദിച്ചു, അത് നിവിൻ സാർ, ഞാൻ അന്ന് സ്വയം പിരിഞ്ഞു പോന്നതല്ലേ. ഇനി എങ്ങനെയാ ഞാൻ അങ്ങോട്ട് വരുന്നത്? ആളുകൾ എന്ത് വിചാരിക്കും? നിവിൻ അപ്പോൾ ഒരു ചെറിയ പുഞ്ചിരിയോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, മീനാക്ഷി സ്വയം പോന്നതല്ല, ഞാൻ നിന്നെ പറഞ്ഞു വിട്ടതാണ്. എന്റെ സ്വഭാവം കൊണ്ട് നിനക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഞാൻ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് മീനാക്ഷി ചോദിക്കാതെ തന്നെ നിന്നെ തിരികെ വിളിക്കാൻ നിന്റെ അടുത്തേക്ക് ഞാൻ വന്നതാണെന്ന് ഞാൻ എല്ലാവരോടും പറയാം. അതിലെനിക്ക് ഒരു കുറവും തോന്നുന്നില്ല. അവന്റെ വാക്കുകളിലെ ആത്മാർത്ഥത മീനാക്ഷിയുടെ മനസ്സ് നിറച്ചു. നിവിൻ തുടർന്നു, പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്നെ കൊണ്ടാകുന്ന സഹായം ഞാനും ചെയ്യാം. നിനക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് മാത്രം വേണ്ട ഇനി അത്. ഓഫീസിലെ ലാഭത്തിന്റെ ഒരു പങ്ക് ഞാനും തരാം. മീനാക്ഷി വരുന്നുണ്ടോ എന്റെ കൂടെ? മീനാക്ഷിയുടെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞു. സന്തോഷം കൊണ്ടുള്ള കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ തലയാട്ടി. ആ മുറ്റത്തെ വെയിലിൽ അവർ രണ്ടുപേരും നിൽക്കുമ്പോൾ അവിടെ പുതിയൊരു സ്നേഹബന്ധം പൂവിടുകയായിരുന്നു. ദേശക്കാരനായ മാനേജർക്ക് പകരം സ്നേഹമുള്ള ഒരു സുഹൃത്തായി നിവിൻ മാറിയിരുന്നു. അവർ രണ്ടുപേരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ആ ചിരിയിൽ അവരുടെ രണ്ടുപേരുടെയും സങ്കടങ്ങൾ അലിഞ്ഞില്ലാതാവുകയായിരുന്നു. മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു പുലരി. ഓഫീസിന് മുന്നിൽ നിവിന്റെ കറുത്ത ലക്ഷറി കാർ വന്നു നിന്നു. സെക്യൂരിറ്റി ഓടി വന്ന് വാതിൽ തുറന്നു. ആദ്യം പുറത്തിറങ്ങിയത് കറുത്ത ഷർട്ടിൽ തിളങ്ങി നിൽക്കുന്ന നിവിനായിരുന്നു. അഹങ്കാരം നിറഞ്ഞ പഴയ കലിപ്പൻ മാനേജറല്ല അവൻ ഇന്ന്. മുഖത്ത് ശാന്തതയും പ്രണയവും നിറഞ്ഞ ഒരു പുതിയ മനുഷ്യൻ. അവൻ കാറിന്റെ മറുവശത്ത് ചെന്ന് വാതിൽ തുറന്ന് തന്റെ പ്രിയതമയ്ക്ക് കൈകൊടുത്തു. ഇളം ചുവപ്പ് നിറത്തിലുള്ള സാരിയിൽ മീനാക്ഷി കാറിൽ നിന്നിറങ്ങി. വെയിലേറ്റ് തിളങ്ങുന്ന അവളുടെ സാരിയുടെ സ്വർണ്ണക്കരകളും കാറ്റിലാടുന്ന മുടികളും അവളെ ഒരു മാലാഖയെപ്പോലെ തോന്നിപ്പിച്ചു. നിവിൻ അവളുടെ കൈകൾ തന്റെ കൈക്കുള്ളിൽ ചേർത്തു പിടിച്ചു. അവർ ഓഫീസിന്റെ വലിയ ഗ്ലാസ് വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു. ആ നിമിഷം ഓഫീസിലുണ്ടായിരുന്ന 30ഓളം ജീവനക്കാർ ഒരുപോലെ എഴുന്നേറ്റ് നിന്നു. പഴയ ഭയമല്ല, മറിച്ച് വലിയൊരു ബഹുമാനവും സ്നേഹവും അവരുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് സർ, ഗുഡ് മോർണിംഗ് മാഡം, എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. നിവിൻ അപ്പോൾ മീനാക്ഷിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് എല്ലാവർക്കുമായി കൈവീശി. ഗുഡ് മോർണിംഗ് അവൻ സ്നേഹത്തോടെ പറഞ്ഞു. പണ്ട് അവിടെ വെച്ച് മീനാക്ഷിയെ അപമാനിച്ചതോർത്ത് പതിവ് പോലെ തോന്നുന്ന ഒരു കുറ്റബോധം അവന്റെ മനസ്സിലേക്ക് അപ്പോൾ ഓടി വന്നു. അവൻ അവളുടെ കൈ ഒന്നുകൂടി മുറുക്കി പിടിച്ചു. ക്യാബിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയതും നിവിൻ പതുക്കെ വാതിൽ ലോക്ക് ചെയ്തു. ആ ക്ലിക്ക് ശബ്ദം കേട്ടപ്പോൾ തന്നെ മീനാക്ഷി ഒന്ന് വിറച്ചു. അവൾ മേശപ്പുറത്ത് ഫയലുകൾ വെക്കാൻ തുടങ്ങുമ്പോഴേക്കും നിവിൻ പിന്നിലൂടെ വന്ന് അവളെ പൊതിഞ്ഞു പിടിച്ചു കഴിഞ്ഞിരുന്നു. അവന്റെ കൈകൾ അവളുടെ സാരി തലപ്പിനുള്ളിലൂടെ അവളുടെ വടിവൊത്ത അരക്കെട്ടിൽ അമർന്നു. ആ കറുത്ത ഷർട്ടിന്റെ കൈകൾക്കിടയിൽ അവളുടെ ഇളം ചുവപ്പ് സാരിയുടെ നിറം കൂടുതൽ മനോഹരമായി തോന്നി. നിവിനേട്ടാ, ഓഫീസാണ്, വിട്, ആരെങ്കിലും വരും, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞെങ്കിലും അവളുടെ ശരീരം അവനിലേക്ക് കൂടുതൽ ചേർന്നു നിന്നു. ആരും വരില്ല മീനാക്ഷി. അവൻ അവളുടെ കഴുത്തിന്റെ വശങ്ങളിൽ മുഖം പൂഴ്ത്തി. ഇപ്പോൾ രാത്രിയൊക്കെ പെട്ടെന്ന് വെളുക്കുന്ന പോലെ. എത്ര സ്നേഹിച്ചിട്ടും മതിയാവുന്നില്ല എനിക്ക്. ഈ നിമിഷങ്ങൾക്ക് വേണ്ടിയാവാം ഞാൻ ഇത്രയും കാലം ദേഷ്യക്കാരനായി നടന്നത്. എന്റെ ഉള്ളിലെ എല്ലാ വിഷമങ്ങളും മാറ്റാൻ നിന്റെ ഈ സാമീപ്യം
സാമീപ്യം മാത്രം മതി. അവൻ അവളെ തന്റെ നേർക്ക് തിരിച്ചിട്ടു. അവളുടെ നെറ്റിയിലെ സിന്ദൂരവും കണ്ണുകളിലെ തിളക്കവും അവനെ കൂടുതൽ ആകർഷിച്ചു. നിവിൻ അവളുടെ അരക്കെട്ടിലൂടെ അവന്റെ കൈകൾ പതിയെ മുകളിലേക്ക് കൊണ്ടുപോയി ബ്ലൗസിന്റെ അരികുകളിൽ വിരലുകൾ കൊണ്ട് താളമിട്ടു. എന്തായി ചെയ്യുന്നത്? പഴയ കലിപ്പൻ മാനേജർ എവിടെ പോയി? അവൾ കുസൃതിയോടെ അവന്റെ ഷർട്ടിലെ ബട്ടൺസുകളിൽ വിരലോടിച്ചുകൊണ്ട് ചോദിച്ചു. നിന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയി മീനാക്ഷി. നിന്റെ ഈ സ്നേഹത്തിന് മുന്നിൽ പഴയ നിവിൻ മരിച്ചുപോയി. അവൻ അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തു. ഇന്നലെ രാത്രി നീ എന്റെ നെഞ്ചിൽ ചാഞ്ഞു കിടന്നപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, നിന്നെപ്പോലൊരു പെൺകുട്ടിയെ വേദനിപ്പിക്കാൻ എനിക്ക് എങ്ങനെ തോന്നിയെന്ന്. അവൻ ആവേശത്തോടെ അവളെ കെട്ടിപ്പിടിച്ചു. അവളുടെ കവിളുകളിൽ മാറി മാറി ചുംബിച്ചു. അവന്റെ ആവേശം കൂടിയപ്പോൾ മീനാക്ഷി പതുക്കെ അവനെ തള്ളി മാറ്റി. മതി മതി, ആരെങ്കിലും കാണും. ഞാൻ പറഞ്ഞതല്ലേ ഇത് ഓഫീസാണെന്ന്. സാർ പോയാ സീറ്റിലിരുന്നേ. അവൾ ചിരിച്ചുകൊണ്ട് തന്റെ മുടിയകൾ ഒതുക്കി വെച്ചു. നീ ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കുമ്പോൾ എനിക്ക് നിന്നോട് കൂടുതൽ ഇഷ്ടം തോന്നും. നിവിൻ കുസൃതിയോടെ കണ്ണു ചിമ്മി. നിവിൻ തന്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ അവളുടെ കൈകളിൽ ഒന്നുകൂടി ബലമായി പിടിച്ചു. മീനാക്ഷി ഒന്ന് പകച്ചു നിൽക്കുമ്പോഴേക്കും അവൻ അവളെ അനായാസം തന്റെ മടിയിലേക്ക് വലിച്ചിരുത്തി കഴിഞ്ഞിരുന്നു. നിവിനേട്ടാ, എന്താ ഇത് ഓഫീസാണ്. ഞാൻ പറഞ്ഞില്ലേ, ആരെങ്കിലും കാണും. അവൾ പരിഭ്രമത്തോടെ അവന്റെ തോളുകളിൽ പിടിച്ചു. കാണുന്നവർ കാണട്ടെ മീനാക്ഷി, എനിക്കിപ്പോൾ അതൊന്നും പ്രശ്നമല്ല. അവന്റെ ശബ്ദത്തിൽ ഒരു വല്ലാത്ത ഗാംഭീര്യവും പ്രണയവും ഉണ്ടായിരുന്നു. അവന്റെ ഒരു കൈ അവളുടെ തോളിലൂടെ ചുറ്റിപ്പിടിച്ചു. മറുകൈ അവളുടെ സാരിയുടെ പ്ലീറ്റുകൾക്കിടയിലൂടെ അരക്കെട്ടിന്റെ വശങ്ങളിൽ ആയിന്നിറങ്ങി. അവൻ തന്റെ മുഖം അവളുടെ വയറിനോട് ചേർത്തു. അവളുടെ സാരിയുടെ നേർത്ത മറയ്ക്കപ്പുറം അവളുടെ ചൂട് അവൻ അറിഞ്ഞു. ആ നിമിഷം സകല നിയന്ത്രണങ്ങളും വിട്ടതുപോലെ നിവിൻ അവളുടെ അരയിൽ അമർത്തി ചുംബിച്ചു. മീനാക്ഷിക്കൊരു മിന്നൽ പിണറേറ്റതുപോലെ തോന്നി. അവൾ കണ്ണുകൾ മുറുക്കി അടച്ച് അവന്റെ കറുത്ത ഷർട്ടിൽ മുറുകെ പിടിച്ചു. ഏട്ടാ മതി, എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു ഇവിടെ വെച്ച്, അവൾ കിതപ്പടക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ അവൻ നിർത്തിയില്ല. അവളുടെ അരക്കെട്ടിലെ ആ ചുംബനത്തിന്റെ ചൂട് മാറും മുൻപേ അവൻ അവളെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്തു പിടിച്ചു. അവന്റെ വിരലുകൾ അവളുടെ അരക്കെട്ടിലെ തൊലിപ്പുറത്ത് പതിയുന്നതും ആ സ്പർശനം നൽകുന്ന അനുഭൂതിയും മീനാക്ഷിയെ മറ്റൊരു ലോകത്തെത്തിച്ചു. ഒരിക്കൽ തന്നെ ആ റൂമിൽ വെച്ചാട്ടി ഓടിച്ച കൈകൾ ഇന്ന് തന്നെ എത്രത്തോളം സ്നേഹത്തോടെയാണ് ചേർത്ത് പിടിക്കുന്നതെന്ന് അവൾ ഓർത്തുപോയി. പ്രണയം ഒരു മനുഷ്യനെ എത്രത്തോളം മാറ്റുമെന്ന് അവൾ അത്ഭുതപ്പെട്ടു. നിവിൻ അപ്പോൾ അവളുടെ മുഖം ഉയർത്തി നോക്കി. അവന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. നീ അന്ന് ഇവിടെ നിന്ന് പടിയിറങ്ങിപ്പോയപ്പോൾ എന്റെ ജീവനാണ് പോയതെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാകുന്നത് മീനാക്ഷി. ഇനി ഈ നിവിൻ മരിക്കുന്നതുവരെ നീ എന്റെ മടിയിൽ, എന്റെ ഈ കൈകൾക്കുള്ളിൽ സുരക്ഷിതയായിരിക്കും. മീനാക്ഷി അപ്പോൾ ചിരിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ചു. അവളുടെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞിരുന്നു. നിവിന്റെ കണ്ണുകളിലെ ആ പ്രണയാഗ്നി കണ്ടപ്പോൾ മീനാക്ഷിക്ക് തന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. അവൾ അവന്റെ കഴുത്തിലൂടെ കൈകൾ ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് അത്രമേലായി നിറങ്ങി. നിവിൻ അവളുടെ ചുവന്നു തുടുത്ത ചുണ്ടുകളിലേക്ക് തന്നെ നോക്കി നിന്നു. അവന്റെ ശ്വാസം അവളുടെ മുഖത്ത് തട്ടിപ്പടർന്നു. മീനാക്ഷി പതിയെ തന്റെ ചുണ്ടുകൾ അവന്റെ ചുണ്ടുകളോട് ചേർത്തു. ആദ്യത്തെ ഒരു നിമിഷത്തെ മടിക്ക് ശേഷം അവരുടെ പ്രണയം സകല അതിർവരമ്പുകളും ലംഘിച്ചു. അവർ പരസ്പരം ചുണ്ടുകൾ കൊണ്ട് കടിപിടി കൂടാൻ തുടങ്ങി. ബെഡ്റൂമിലെ ഏകാന്തതയിൽ അവർ പങ്കുവെക്കാറുള്ള അതേ തീവ്രതയോടെ, അതേ ആവേശത്തോടെ അവർ ആ ക്യാബിനിൽ വെച്ച് പരസ്പരം പുണർന്നു. ആ ചുംബനത്തിൽ വർഷങ്ങളായുള്ള കാത്തിരിപ്പും സങ്കടവും ഒടുവിൽ കണ്ടെത്തിയ വലിയൊരു സ്നേഹവുമെല്ലാം ഉണ്ടായിരുന്നു. നിവിൻ ആവേശത്തോടെ അവളുടെ ചുണ്ടുകളെ തന്നിലേക്ക് ആവാഹിച്ചു. മീനാക്ഷിയും മടികൂടാതെ അവനെ തിരികെ ചുംബിച്ചു. പരസ്പരം വിട്ടുപിരിയാൻ കഴിയാത്ത വിധം അവർ ആ ചുംബനത്തിൽ അലിഞ്ഞു ചേർന്നു. ഇടയ്ക്ക് കിതപ്പടക്കാൻ വേണ്ടി മാത്രം ഒന്നകന്നപ്പോൾ നിവിന്റെ കറുത്ത ഷർട്ടിലെ ബട്ടൺസുകൾ മീനാക്ഷിയുടെ വിരലുകൾക്കിടയിൽ മുറുകിയിരുന്നു. നിവിൻ അവളുടെ അരക്കെട്ടിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളെ തന്നിലേക്ക് ഒട്ടിച്ചു നിർത്തി. നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും മീനാക്ഷി. നിവിൻ അവളുടെ കാതോരത്ത് മന്ത്രിച്ചു. അവൾ പതുക്കെ അവനിൽ നിന്ന് അടർന്നു മാറി. തന്റെ ചിതറിയ മുടിയകൾ ഒതുക്കി വെച്ചു. നാണം കൊണ്ട് തുടുക്കുന്ന മുഖവുമായി അവൾ തന്റെ വയറിൽ പതിയെ കൈവച്ചു. പുറം ലോകമറിയാത്ത, അവർ പോലും തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടില്ലാത്ത ആ വലിയ സത്യം അവിടെ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അനാഥത്വത്തിന്റെ കൈപ്പറിഞ്ഞ അവർ രണ്ടുപേരുടെയും ജീവിതത്തിലേക്ക് അവരുടെ സ്നേഹത്തിന്റെ അടയാളമായി ഒരു കുഞ്ഞു ജീവൻ മീനാക്ഷിയുടെ വയറ്റിൽ തുടിക്കുന്നുണ്ടായിരുന്നു. വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തിയ അതേ നാവുകൊണ്ട് തന്നെ പ്രണയം മന്ത്രിക്കുമ്പോൾ അവരുടെ ജീവിതം പുതിയൊരധ്യായത്തിന് സാക്ഷിയാവുകയായിരുന്നു.